ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഉൽപ്പന്ന വൈവിധ്യവും സമ്മാന പദ്ധതികളുമായി ഖാദി ഓണം ബക്രീദ് മേളകൾക്ക് തുടക്കമായി. എല്ലാത്തരം ഖാദി തുണിത്തരങ്ങൾക്കും 30% സർക്കാർ റിബേറ്റും ലഭ്യമാവുന്നു. ആകർഷകമായ സമ്മാന പദ്ധതികളുമായി എത്തിയ ഖാദി മേള വൈവിധ്യങ്ങളാൽ വ്യത്യസ്തമാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കോഴിക്കോട് അടിവാരത്ത് വാഹനാപകടത്തിൽ 6 മരണം. സ്വകാര്യ ബസ് ജീപ്പിലും കാറിലും ഇടിച്ചാണ് അപകടം. സംസ്ഥാനത്ത് പനി നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി കെ ശൈലജ ടീച്ചർ. നിലവിൽ കേന്ദ്ര സംഘത്തിന്റെ പരിശോധനയുടെ ആവശ്യമില്ലെന്നും മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഇടതു സർക്കാരിന്റെ സൃഷ്ടിയാണെന്ന് KPSTA സംസ്ഥാന പ്രസിഡന്റ് P ഹരിഗോവിന്ദൻ. ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് അധ്യാപകർ സമരത്തിൽ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് അടിവാരത്ത് വാഹനാപകടത്തിൽ 6 പേർ മരിച്ചു. അടിവാരം കൈതപ്പൊയിൽ ബസ് ജീപ്പിലും കാറിലും ഇടിച്ചാണ് 3 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ മരിച്ചത്. കോഴിക്കോട് മൈസൂർ പാതയിൽ അടിവാരം കൈതപ്പൊയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് അപകടം നടന്നത്. കോഴിക്കോട് നിന്നും കൽപ്പറ്റയ്ക്ക് പോവുകയായിരുന്ന രാജഹംസം സ്വകാര്യ ബസും വയനാട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന ജീപ്പും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. പരിക്കേറ്റ ചിലരുടെ നില ഗുരുതരമാണ്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തെ തുടർന്ന് വയനാട് റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ജീപ്പ് ഡ്രൈവർ വയനാട് വടുവഞ്ചൽ കടച്ചിക്കുന്ന് പുളിമൂട്ടിൽ പ്രമോദ്, കൊടുവള്ളി വടക്കേക്കര മുഹമ്മദ് നിഷാൻ, ആയിഷഹ, ഫാത്തിമ സുഹാന, സുബൈദ എന്നിവരാണ് മരിച്ചത്. സംസ്ഥാനത്ത് പനി നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ. കേന്ദ്ര സംഘത്തിന്റെ പരിശോധനയുടെ ആവശ്യം ഇപ്പോൾ കേരളത്തിലില്ലെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ വർഷം ഒരു സൈക്ലിക് ഇയർ ആണ്. ഉണ്ടാകുമാവുന്ന ഒരു മഹാവിപത്തിന് ആ രീതിയിൽ പടരാതിരിക്കാൻ ഇടയാക്കിയത് ആരോഗ്യവകുപ്പിന്റെ സമർത്ഥമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ വിശ്രമിക്കാതെ ജോലി ചെയ്യുകയായിരുന്നു. ആരോഗ്യവകുപ്പ് വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യുകയായിരുന്നു. അതിനിടയിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ ഈ രോഗവ്യാപികളായിട്ടുള്ള കീടങ്ങൾക്കും അതുപോലെ തന്നെ അണുക്കൾക്കും എന്നുള്ള കാര്യം ഞങ്ങൾ പ്രത്യേകിച്ച് പരിശോധിച്ചിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള കണ്ടെത്തലനുസരിച്ച് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഇനി ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനല്ല, ത്രൂ ഔട്ട് ആൻ ഇയർ എല്ലാ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്താനുള്ള ഒരു വലിയ പ്ലാന് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് ഇടപെടുകയാണ്. ഇല്ല, നിലവിൽ അങ്ങനെ ഒരു കേന്ദ്ര സംഘം വന്നിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ആവശ്യപ്പെടിയില്ല. ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന്റെ ശ്രദ്ധയിൽ തന്നെ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഇടതു സർക്കാരിന്റെ സൃഷ്ടിയാണെന്ന് KPSTA സംസ്ഥാന പ്രസിഡന്റ് P ഹരിഗോവിന്ദൻ. ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് KPSTA റവന്യൂ ജില്ലാ കമ്മിറ്റി നടത്തിയ DDE ഓഫീസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഇടതു സർക്കാരിന്റെ നയവൈകല്യത്തിനെതിരെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ റവന്യൂ ജില്ലാ കമ്മിറ്റി ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് മാനാഞ്ചിറ DDE ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPSTA സംസ്ഥാന പ്രസിഡന്റ് P ഹരിഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഇടതു സർക്കാരിന്റെ സൃഷ്ടിയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അധ്യാപകരെ അന്യായമായി രാഷ്ട്രീയ പ്രേരിതമായി സ്ഥലം മാറ്റുകയും ജീവനക്കാരുടെ പ്രതികരിക്കാനുള്ള അവകാശം നിഷേധിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് കഴിഞ്ഞ സർക്കാർ നൽകിയ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഓൾ ഇന്ത്യ പ്രൈമറി ടീച്ചേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി KK ത്രിപാഠി മുഖ്യ പ്രഭാഷണം നടത്തി. There is no such type of chief minister in India who is not giving salary in the right time. This is the first state. So I am requesting our Honorable Chief CM Vijayanji, please within 7 days you first give the salary to all teachers.
and within 7 days you stop the transfer on democratically doing the transfer of teachers. ജില്ലാ പ്രസിഡന്റ് ഇ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. എ കെ അബ്ദുസമദ്, സുധാകരൻ, എൻ ശ്യാംകുമാർ, പി കെ അരവിന്ദൻ, എൻ പി ഇബ്രാഹിം, വി കെ ബാബുരാജ്, മുനീർ എരവത്ത്, പി കെ രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ട് അസോസിയേഷൻ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആഗസ്റ്റ് 8-ന് കലക്ടറേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന മേഖലയാണ് കെട്ടിട നിർമ്മാണ മേഖല. തൊഴിൽ സുരക്ഷിതത്വക്കുറവ്, ഗുണനിലവാരം പരിശോധിക്കാൻ സംവിധാനം ഇല്ലാത്തത്, സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആശ്വാസ നടപടികളുടെ അഭാവം, വനം പരിസ്ഥിതി മന്ത്രാലയങ്ങളുടെ ഇടപെടൽ, അനാവശ്യ പരിസ്ഥിതിവാദം തുടങ്ങിയവയെല്ലാം നിർമ്മാണ മേഖലയെ തകർക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായ നിർമ്മാണ മേഖലയിൽ സംരക്ഷിക്കാനും നിലനിർത്താനും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. തകരുന്ന നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുക, നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, സ്വകാര്യ കരാറുകാർക്ക് അംഗീകാരം നൽകുക, ക്ഷേമനിധിയും പെൻഷനും ഏർപ്പെടുത്തുക, സൈറ്റ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഓഗസ്റ്റ് 8-ന് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തുമെന്നും PBCA ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇന്ന് നമുക്ക് എല്ലാ മേഖലയിലും ഉള്ള ആളുകളെ സർക്കാർ തലങ്ങളിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെ നമ്മുടെ കേരളത്തിലെ സർക്കാരുകൾ, മാറി മാറി വന്നിട്ടുള്ള സർക്കാരുകൾ ഞങ്ങളെ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ജീവിതശൈലി രോഗങ്ങളാണ് കേരളം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ. മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കേരളത്തിലെ ആരോഗ്യ പരിപാലന രംഗത്ത് സേവനം നടത്തുന്ന മെഡിക്കൽ ലബോറട്ടറികളുടെ ഏക സംഘടനയാണ് മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സൗഹൃദം വളർത്താനും മികച്ച സാങ്കേതിക വിദ്യകൾ പകർന്നു കൊടുക്കാനുമാണ് കഴിഞ്ഞ 7 വർഷമായി സംഘടന പ്രവർത്തിക്കുന്നത്. സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. 5, 6 തീയതികളിലായി നളന്ദ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ നടക്കുക. ആരോഗ്യ വകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങളാണ് കേരളം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. സാക്ഷികളാവാനെത്തിയ പ്രിയങ്കരനായ നമ്മുടെ സംഘടനയുടെ ഭാരവാഹികളും പ്രിയപ്പെട്ട MLA പണം വ്യത്യസ്ത രീതിയിൽ ചിലവാക്കുന്നുണ്ട്. ഇല്ലാത്ത പണം കടം വാങ്ങി ചികിത്സ നടത്തുക, ചിലപ്പോൾ ആവശ്യമില്ലാത്ത പരിശോധനകൾ നടത്തേണ്ടതായിട്ട് വരിക, ചിലപ്പോൾ രോഗങ്ങൾക്കല്ല ഒരു രോഗം വന്നാൽ വേറെ എന്തൊക്കെയോ രോഗത്തിൻ്റെ പരിശോധന നടത്തേണ്ടതായിട്ട് വരിക. ആ രീതിയിലുള്ള ചികിത്സയിലേക്ക് പോവുക, സ്പെഷ്യാലിറ്റിയിലേക്ക് കൂടുതൽ അഭിരമിക്കുക. ഇതൊക്കെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വലിയ തുക ചെലവഴിക്കേണ്ടതായി വരുന്നത്. രണ്ടാമത്തെ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്ന പകർച്ചവ്യാധികളാണ്, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളും. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ലാബ് ടെക്നീഷ്യന്മാരെയും അംഗീകരിക്കുക, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയവയും ലാബ് ഓണേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെച്ചു. ഉദ്ഘാടന പരിപാടിയിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് TA വർക്കി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ VG പ്രദീപ് കുമാർ, A ഗിരീശൻ, ഹംസ മേലടി, മോഹൻ എന്നിവരും സംസാരിച്ചു. 6-ന് നടക്കുന്ന സംസ്ഥാന സമ്മേളനം മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകളിൽ ഒരു ഇടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, യെസ്, ഈ കാറ് ഞങ്ങൾ ഇഷ്ടമായി. ഇതിന്റെ വില എത്രയാ? ഫ്രീ ആണ്. ശരിക്കും ഫ്രീയാ? ഓണമല്ലേ, ഇത് മാത്രമല്ല, 30 കാറ്, 30 സ്കൂട്ടർ, 30 TV, അങ്ങനെയെല്ലാം ഫ്രീ ആണ്. ഏട്ടാ, ഞാനെന്നാ സുമേച്ചിനെ, അനുപേട്ടനെ, ചിറ്റനൊക്കെ വിളിച്ച് പറയട്ടെ. കീ കിട്ടണമെങ്കിൽ കല്യാൺ സിൽക്സിൽ പോകണം. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും ദിവസേന നേടൂ. കാർ, സ്കൂട്ടർ, TV, AC, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ കൂടാതെ ഗിഫ്റ്റ് വൗച്ചറുകളും. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ.
ഓണക്കോടിക്കൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. മർമ്മസൂത്രം ആയുർവേദ സിദ്ധ മർമ്മ വൈദ്യശാല. രോഗശമനത്തിനൊപ്പം ആരോഗ്യവും ആത്മവിശ്വാസവും. വെറും ലക്ഷണങ്ങൾ നോക്കിയല്ല, ശരീരമാസകലം വേദനയുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അസഹ്യനമായ പഴക്കം ചെന്ന വിട്ടുമാറാത്ത ശരീരസന്ധി വേദനകൾക്ക് ശാശ്വത പരിഹാരം. കഴുത്ത്, നട്ടെല്ല്, ഇടുപ്പ്, കൈകാൽ മുട്ടുകളിലെ വേദന, വീക്കം, എല്ല് തേയ്മാനം, മസ്തിഷ്കാഘാതം മൂലം വരുന്ന തളർച്ച, ബലക്ഷയം, നാഡിഞരമ്പ് കൊടുങ്ങൽ, മൈഗ്രെയിൻ, കലശലായ തലവേദന, നിരന്തരമുള്ള വയറുവേദന, ക്യാൻസർ മൂലമുള്ള വേദന എന്നിവയ്ക്ക് കേരളത്തിലെ ആദ്യത്തെ പെയിൻ റിലീഫ് ക്ലിനിക് മർമ്മസൂത്രം. മർമ്മമറിഞ്ഞ ചികിത്സ. പുതിയ നിരത്ത്, എലത്തൂർ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി വിളിക്കൂ 04952460 or 9895151601. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്. സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം. +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം, കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323146. വാർത്തകൾ തുടരുന്നു. ചരക്കു നീക്കത്തിന് പൊതുവെ ചെലവ് കുറഞ്ഞ ജലഗതാഗത മാർഗം പ്രയോജനപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇതിനായി കേരളത്തിലെ തുറമുഖങ്ങൾ തമ്മിലുള്ള ശൃംഖല ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. റെയിൽ ഗതാഗതവും റോഡ് ഗതാഗതവും വളരെ സങ്കീർണമാണ്. അതിൻ്റെ വളരെ യാത്രാ വർദ്ധനവ് കൂടുതലായതുകൊണ്ട് അതിനേക്കാൾ എളുപ്പം ജലഗതാഗതമാണ്, പ്രത്യേകിച്ച് കടൽ വഴിയുള്ളതാണ്. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ തുറമുഖ ശൃംഖല ശക്തിപ്പെടുത്താനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ അഴീക്കൽ തുറമുഖം, അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോടാണ് ബേപ്പൂർ, അങ്ങനെ പോകുന്ന കൊല്ലം, ആലപ്പുഴ, വിഴിഞ്ഞം എന്നിവ അന്തർദേശ പ്രാധാന്യമുണ്ട്. ഈ ശൃംഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയൽ രാജ്യങ്ങൾ പറഞ്ഞാൽ പ്രത്യേകിച്ച് ലക്ഷദ്വീപുമായിട്ടാണ് യാത്രാപരമായ വിഷയങ്ങളും ചരക്ക് ഗതാഗതവും കൂടുതൽ അത്യാവശ്യം ഇപ്പോഴുള്ളത്. അതെല്ലാം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിലയിൽ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള തുറമുഖങ്ങളുടെ വികസനം, അതിന് ആധുനികവൽക്കരിക്കാനുള്ള ഏർപ്പാടുകൾ, കണ്ടെയ്നർ ഷിപ്പുകൾ വരാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ വരുത്തിയെടുക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കുക എന്നാണ് ആദ്യത്തെ പരിപാടി. അത് ശ്രമങ്ങൾ നടത്തുകയാണ്. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷന്റെ 2ാം ജില്ലാ വാർഷിക സമ്മേളനം അളകാപുരിയിൽ നടന്നു. സെൻട്രൽ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് C. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സേവ് LIC സേവ് ഏജന്റ് എന്ന ആശയം മുറുകെ പിടിച്ച് ഭാരതത്തിൽ വേരുറപ്പിച്ച പ്രസ്ഥാനമാണ് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ. അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും തൊഴിൽ നിയമത്തിലെ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടും സംഘടനയുടെ 2ാം ബ്രാഞ്ചിന്റെ വാർഷിക സമ്മേളനം ഹോട്ടൽ അളകാപുരിയിൽ നടന്നു. നിങ്ങൾക്കൊരു ബാധ്യതയില്ലാതെ, രാജ്യത്തിന് ബാധ്യതയില്ലാതെ ഞങ്ങൾ സ്വയം തൊഴിൽ ചെയ്ത് നിങ്ങളുടെ ഖജനാവിലേക്ക് പണം ഉണ്ടാക്കി തരുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഞങ്ങളെ എംപ്ലോയർ റിലേഷൻഷിപ്പിന്റെ പരിധിയിൽ പിടിച്ച് ഒരു തൊഴിലുടമ ബന്ധം ഉണ്ടാക്കി തന്നാൽ മതി. വെറുതെ നമ്മൾ ചോദിക്കുന്നില്ല. അതില്ലാത്തടത്തോളം കാലം ഒരാനുകൂല്യങ്ങൾ നമുക്ക് കിട്ടാൻ പോണില്ല. അതാണ് ഈ ഫെഡറേഷൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ വെക്കുന്ന, ഫൈറ്റ് ചെയ്യുന്ന മുദ്രാവാക്യം അതാണ്. സെൻട്രൽ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് C. രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനാ പ്രസിഡന്റ് KP സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി V. ശൈലജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ SSLC+2 വിദ്യാർത്ഥികളെ ആദരിച്ചു. E. സുരേഷ് കുമാർ, NK രമേശ്, K. സൂര്യപ്രഭ, അജിത് പൊന്നാമ്പുറത്ത്, K. രമേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോടിന് സംഗീത വിസ്മയം സമ്മാനിച്ച് രാകേഷ് രജനീകാന്ത്. വൈകല്യങ്ങൾ മറന്ന് സംഗീതത്തിന്റെ പാതയിൽ കാലിടറാത്തൊരു കലാകാരൻ. ടൗൺ ഹാളിൽ നടന്ന കിഷോർ കുമാർ നൈറ്റിൽ 24ഓളം ഗാനങ്ങൾ ആലപിച്ച് രാകേഷ് ജനഹൃദയങ്ങളിൽ ഇടം നേടി.
വൈകല്യങ്ങളെ മറന്ന് രാകേഷ് പാടിയപ്പോൾ സംഗീതത്തിന്റെ ലോകത്ത് അയാൾ ഒരു വിസ്മയമായി മാറുകയായിരുന്നു. ഓട്ടിസം നൽകിയ മാനസിക വൈകല്യവും അന്ധതയും ജീവിതത്തെ തളർത്തിയപ്പോൾ പാടാനുള്ള അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം വെല്ലുവിളികളെ ചെറുത്തു തോൽപ്പിക്കാൻ രാകേഷിന് അനായാസം സാധിച്ചു. സംഗീതപ്രേമികളായ കോഴിക്കോട്ടുകാർക്ക് അവിസ്മരണീയമായ സംഗീത സായാഹ്നം സമ്മാനിച്ച് രാകേഷ് പാടിത്തീർത്തത് കിഷോർ കുമാറിന്റെ 24ഓളം അനുശ്വര ഗാനങ്ങൾ. കിഷോർ കുമാറിന്റെ 88ാം ജന്മവാർഷികത്തിൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കിഷോർ കുമാർ നൈറ്റ് രാകേഷിന്റെ ആലാപന മികവുകൊണ്ട് ശ്രദ്ധേയമായി. ഗുജറാത്തുകാരനായ രാകേഷിന് വിവിധ ഭാഷകളിലായി 500ഓളം ഗാനങ്ങൾ ഹൃദ്യസ്ഥമാണ്. റോട്ടറി കാലിക്കൻ മിഡ് ടൗൺ സംഘടിപ്പിച്ച പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ജയ്കിഷ് ദേരാജ്, ആർ ജയൻകുമാർ, വിനോദ് നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. സർവോദയ സംഘത്തിന്റെ മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ഓണം ബക്രീദ് മെഗാ എക്സ്പോയ്ക്ക് തുടക്കമായി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മേള സെപ്റ്റംബർ 3 സമാപിക്കും. 1,80,000 രൂപ വരെ വില വരുന്ന കുമിഴിൽ തീർത്ത ആനകളും വിഗ്രഹങ്ങളും, നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ, കളിമണ്ണിൽ തീർത്ത അലങ്കാര വസ്തുക്കൾ, കലങ്കാരി ഷർട്ടുകൾ, സാരികൾ, പോച്ചമ്പള്ളി കുപ്പടം സാരികൾ എന്നിവയും വിവിധ തുകൽ ഉൽപ്പന്നങ്ങളും മേളയിലുണ്ട്. ഫർണിച്ചറിന് 10%, ഖാദി തുണിത്തരങ്ങൾക്ക് 30%, തുകൽ ഉൽപ്പന്നങ്ങൾക്ക് 20% കിഴിവുണ്ട്. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മേള ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലെ ഏറ്റവും ഓർമ്മിക്കാനും ഓമനിക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ നിറഞ്ഞതാണ്. ഓണത്തിൻ്റെ ഐശ്വര്യപൂർണമായ കാലഘട്ടം, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സന്തോഷം, സമൃദ്ധി, ഐശ്വര്യം അതെല്ലാം വീണ്ടും നമ്മുടെ നാട്ടിൽ ആഗ്രഹമാക്കണമെന്നതാണ് നമ്മുടെ ആഗ്രഹം. ബക്രീദാണെങ്കിൽ ത്യാഗത്തിൻ്റെ പുണ്യസ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാദിനമാണ്. അങ്ങനെ ഓണാഘോഷത്തിൻ്റെയും ബക്രീദ് ദിനാഘോഷത്തിൻ്റെയും ഒരു സംയുക്തമായ ആചരണാഘോഷ കാലഘട്ടങ്ങളിൽ ഖാദിക്ക് ആവശ്യമായ പ്രചാരണങ്ങളും റിബേറ്റുമൊക്കെ നൽകി അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള സംരംഭമാണ് ഇവിടെ. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷനായി. സർവോദയ സംഘം സെക്രട്ടറി എം പരമേശ്വരൻ, CP ഹമീദ്, KP ദിനേശ് കുമാർ, C സത്യചന്ദ്രൻ, KT ശേഖർ, S സുധ, PR സുനിൽ സിംഗ്, MK ശ്യാമപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. രാവിലെ 10 മുതൽ രാത്രി 8 വരെയാണ് മേളയിലേക്കുള്ള പ്രവേശന സമയം. എല്ലാ ഞായറാഴ്ചകളിലും മേള പ്രവർത്തിക്കും. സെപ്റ്റംബർ 3 മേളയ്ക്ക് സമാപനമാകും. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. ഹലോ, യെസ്, ഈ കാറ് ഞങ്ങൾ ഇഷ്ടമായി. ഇതിന്റെ വില എത്രയാ? ഫ്രീ ആണ്. ശരിക്കും ഫ്രീയാ? ഓണമല്ലേ, ഇത് മാത്രമല്ല, 30 കാറ്, 30 സ്കൂട്ടർ, 30 TV, അങ്ങനെയെല്ലാം ഫ്രീ ആണ്. ഏട്ടാ, ഞാനെന്നാ സുമേച്ചിനെ അനുപേട്ടനെ ചിറ്റനെ ഒക്കെ വിളിച്ച് പറയട്ടെ. കീ കിട്ടണമെങ്കിൽ കല്യാൺ സിൽക്സിൽ പോകണം. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും ദിവസേന നേടൂ കാർ, സ്കൂട്ടർ, TV, AC, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ കൂടാതെ ഗിഫ്റ്റ് വൗച്ചറുകളും. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ.
ഓണക്കോടിക്കൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സാമ്രാജ്യത്വ അനുകൂല വർഗീയ നയങ്ങൾക്കെതിരെ FSTU നേതൃത്വത്തിൽ സെൻട്രൽ ലൈബ്രറിക്ക് സമീപം സായാഹ്ന ധർണ നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ സാമ്രാജ്യത്വ അനുകൂല വർഗീയ നയങ്ങൾക്കെതിരെ FSTU നേതൃത്വത്തിൽ സെൻട്രൽ ലൈബ്രറിക്ക് സമീപം സായാഹ്ന ധർണ നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ സാമ്രാജ്യത്വത്തിന്റെ കടന്നുകയറ്റങ്ങൾക്കെതിരായി വലിയ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നല്ല പ്രതീക്ഷയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മൾ കേട്ട വാർത്ത, ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായി ഉള്ള ബന്ധത്തിൽ ചില മാറ്റം വരുത്താനും റഷ്യക്കെതിരെ ചില പ്രത്യേക വിലക്കുകൾ ഏർപ്പെടുത്താനുമുള്ള ഉത്തരവിൽ ഒപ്പിട്ട് കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ധാരണകൾ അടിമുടി തെറ്റാണ് എന്നൊരിക്കൽ കൂടി തെളിയുകയാണ്. ഇത് റഷ്യക്കെതിരായ ഒരു സംഭവം മാത്രമല്ല, തൊട്ടു മുമ്പാണ് ഉത്തര കൊറിയക്കെതിരെ വാളോങ്ങി ഭീഷണിയായി അമേരിക്കയും പ്രസിഡന്റും രംഗത്ത് വന്നു. KSTA ജില്ലാ സെക്രട്ടറി MK മോഹൻകുമാർ അധ്യക്ഷനായിരുന്നു. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുജാത കൂടത്തിങ്കൽ, KGO സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MK രാജൻ, KMCMCU ജില്ലാ സെക്രട്ടറി NP മുസ്തഫ എന്നിവർ സംസാരിച്ചു. FSTU ജില്ലാ സെക്രട്ടറി M മുരളീധരൻ സ്വാഗതം പറഞ്ഞു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി വിഭാഗവും പങ്കാളികളാകുന്ന ഗ്രീൻ ക്ലീൻ കോഴിക്കോട് പദ്ധതി ഉദ്ഘാടനം ആഗസ്റ്റ് 7-ന് പന്തീരാങ്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിശദീകരണങ്ങളും സന്ദേശങ്ങളും അടങ്ങിയ ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം കോഴിക്കോട് പ്രസ് ക്ലബിൽ വൈസ് പ്രസിഡന്റ് EP മുഹമ്മദ് നിർവഹിച്ചു. ഗ്രീൻ ക്ലീൻ എർത്ത് മൂവ്മെന്റിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ നിർദ്ദേശപ്രകാരം ജിസം ഫൗണ്ടേഷൻ ആവിഷ്കരിച്ച ഗ്രീൻ ക്ലീൻ കോഴിക്കോട് പദ്ധതിയിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി വിഭാഗവും പങ്കാളികളാകുന്നു. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പന്തീരാങ്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഗസ്റ്റ് 7-ന് നിർവഹിക്കും. വരുന്ന 7-ാം തീയതി പന്തീരാങ്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി അവർ നിർവഹിക്കുകയാണ്. 3 ചടങ്ങാണ് അവിടെ വെച്ച് നടക്കുന്നത്. 1, ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതിയുമായി സഹകരിക്കുന്നു. 2, NSSന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ഈ പദ്ധതിയുമായി സഹകരിക്കുന്നു. 3, ഇതുവരെ അപ്ലോഡ് ചെയ്യപ്പെട്ട വൃക്ഷത്തൈ സെൽഫികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കുടുംബശ്രീക്കും NSSനും ജില്ലാ പഞ്ചായത്തും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. പദ്ധതിയുടെ വിശദീകരണങ്ങളും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീലിന്റെ ഗ്രീൻ ക്ലീൻ എർത്ത് മൂവ്മെന്റ് ബ്രാൻഡ് അംബാസഡർ സുരഭി ലക്ഷ്മിയുടെയും ഹരിത സന്ദേശങ്ങൾ അടങ്ങിയ ഷോർട്ട് ഫിലിം കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് EP മുഹമ്മദ് പ്രകാശനം ചെയ്തു. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി ചെറുട്ടി റോഡ് ഗാന്ധി ഗ്രാമ സൗഭാഗ്യയിൽ ഓണം ബക്രീദ് മേള ആരംഭിച്ചു. ആകർഷകമായ സമ്മാന പദ്ധതികൾ മേളയിലുണ്ട്. എല്ലാ തുണിത്തരങ്ങൾക്കും 30% ഗവൺമെന്റ് റിബേറ്റും ഉണ്ട്. ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവും സമ്മാന പദ്ധതികളുമായി ചെറുട്ടി റോഡ് ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിൽ ഖാദി ഓണം ബക്രീദ് മേള ആരംഭിച്ചു. പയ്യന്നൂർ പട്ട്, മയിലാട്ടിപ്പട്ട്, അനന്തപുരി സിൽക്ക്, കോട്ടൺ സിൽക്ക്, സ്പൺ സിൽക്ക്, കരകൗശല ഉൽപ്പന്നങ്ങൾ, മായം ചേർക്കാത്ത തേൻ, ചൂരൽ നിർമ്മിത ഫർണിച്ചറുകൾ എന്നിവ മേളയുടെ മുഖ്യ ആകർഷണമാണ്. കൂടാതെ ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളും മേളയുടെ മാറ്റുകൂട്ടുന്നു. എല്ലാ തുണിത്തരങ്ങൾക്കും 30% സർക്കാർ റിബേറ്റും ലഭിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 35,000 രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ കടമായി ലഭിക്കാനുള്ള സൗകര്യവുമുണ്ട്. മേളയിൽ ആകർഷകമായ സമ്മാന പദ്ധതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1ാം സമ്മാനം 10 പവൻ, 2ാം സമ്മാനം 5 പവൻ, 3ാം സമ്മാനം 1 പവൻ എന്നിവ നൽകും. കൂടാതെ ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ 4,000 രൂപയുടെ പട്ടുസാരിയും സമ്മാനമായി നൽകും. ഷോറൂമിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മേള ഉദ്ഘാടനം ചെയ്തു.
ഖാദി നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെയും ആത്മചൈതന്യത്തിൻ്റെയും പ്രതീകമാണ് ഖാദി. ഗാന്ധിയുടെ സമരായുധങ്ങളൊന്ന് ചർക്കയായിരുന്നു നിങ്ങൾക്കറിയാം. ചർക്കയുടെ മന്ത്രധ്വാനത്തിലൂടെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള ഐതിഹാസികമായ സമരം അത് സിംഹഗർജനത്തെക്കാളേറെ പീരങ്കിയുടെയേക്കാളേറെ കരുത്തുറ്റതായിരുന്നു ഖാദിയിലൂടെ ചർക്കയിലൂടെയുള്ള മന്ത്രധ്വാനത്തിലൂടെ മഹാത്മാഗാന്ധിജി ലോകത്തിന് നൽകി. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന മുണ്ടേങ്ങാട്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. സമ്മാന കൂപ്പൺ വിതരണം കവി പി.കെ. ഗോപി നിർവഹിച്ചു. ജില്ലാ ഖാദി ഗ്രാമവ്യവസായ ഓഫീസ് പ്രോജക്ട് ഓഫീസർ കെ.പി. ദിനേഷ് കുമാർ പ്രസംഗിച്ചു. മേള സെപ്റ്റംബർ 3 വരെ തുടരും. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ 7 വരെയാണ് പ്രവേശനം. മാങ്കാവ് ശ്മശാനം കൊമ്മേരി മേത്തോട്ടുതാഴം റോഡ് യാഥാർത്ഥ്യമാക്കാൻ ജനസദസ്സ് സംഘടിപ്പിക്കും. ആഗസ്റ്റ് 6 ഞായറാഴ്ച കൊമ്മേരി ബസാറിൽ നടക്കുന്ന പരിപാടി പ്രൊഫസർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് നഗരഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് 43 വർഷമായി പദ്ധതി മാത്രമായി നിൽക്കുന്ന മാങ്കാവ് ശ്മശാനം കൊമ്മേരി മേത്തോട്ടുതാഴം റോഡ് യാഥാർത്ഥ്യമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കോഴിക്കോട് 2 ബൈപ്പാസുകളെയും ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട റോഡ് യാഥാർത്ഥ്യമായാൽ ഈ പ്രദേശത്തുകാർക്ക് മാത്രമല്ല ഗതാഗതക്കുരുക്ക് കൊണ്ട് വീർപ്പുമുട്ടുന്ന കോഴിക്കോട് നഗരത്തിനും വലിയ ആശ്വാസമായിരിക്കുമെന്ന് മാങ്കാവ് ശ്മശാനം കൊമ്മേരി മേത്തോട്ടുതാഴം റോഡ് ജനകീയ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നിങ്ങൾക്കറിയാം, കൊമ്മേരി പ്രദേശം നിങ്ങൾ അതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. ഒരു ചെറിയ റോഡ് അതിലൂടെ കടന്നു പോകുന്നുണ്ട്. മേത്തോട്ടുതാഴത്ത് നിന്ന് ആരംഭിച്ച് ഇങ്ങനെ വലനാട് ക്ഷേത്രം വഴി വരുന്ന ഒരു ചെറിയ റോഡ് 3 മീറ്റർ മാത്രമാണ് അതിൻ്റെ വീതി. അതിലൂടെ 3 സിറ്റി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് മറ്റ് സിറ്റി ബസ്സുകളെ പോലെയല്ല, അത് അവിടെ നടത്തുന്ന സർവീസ് മിനി ബസ്സുകളാണ്. കാരണം മറ്റ് വലിയ ബസ്സുകൾക്ക് അതിലെ കടന്നു പോകാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ബസ് കടന്നു വരുമ്പോൾ തിരിച്ചു വരുന്നത് എതിരെ വരുന്ന ഒരു സൈക്കിളുകാരന് പോലും കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിൽ ചെറിയ റോഡാണ്. ഈ റോഡിന്റെ നീളം 2 കിലോമീറ്റർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ തുക ഇതിന്റെ സ്ഥലം ഏറ്റെടുക്കുവാനോ നിർമ്മാണത്തിനോ ആവശ്യമില്ല. മാത്രമല്ല ഇവിടുത്തെ ഭൂ ഉടമ ന്യായമായ വില കിട്ടിയാൽ സ്ഥലം റോഡിന് വേണ്ടി വിട്ടു നൽകാനും തയ്യാറാണ്. ഈ റോഡ് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന ജനകീയ കമ്മിറ്റി നേതൃത്വത്തിൽ ഓഗസ്റ്റ് 6 ഞായറാഴ്ച വൈകുന്നേരം കൊമ്മേരി ബസാറിൽ വെച്ച് ജനസദസ്സ് സംഘടിപ്പിക്കും. പ്രശസ്ത ചരിത്രകാരൻ പ്രൊഫസർ MGS നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ജനറൽ സെക്രട്ടറി KP സുബൈർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് അടിവാരത്ത് വാഹനാപകടത്തിൽ 6 മരണം. സ്വകാര്യ ബസ് ജീപ്പിലും കാറിലും ഇടിച്ചാണ് അപകടം. സംസ്ഥാനത്ത് പനി നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി KK ശൈലജ ടീച്ചർ. നിലവിൽ കേന്ദ്ര സംഘത്തിന്റെ പരിശോധനയുടെ ആവശ്യമില്ലെന്നും മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഇടതു സർക്കാരിന്റെ സൃഷ്ടിയാണെന്ന് KPSTA സംസ്ഥാന പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ. ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് അധ്യാപകർ സമരത്തിൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.